പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ്, ഫോളോവേഴ്സ്, ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾ 41 വർഷം മുമ്പ് 1984 ഒക്ടോബർ 31 രാവിലെ 9:30 സഫ്ദർജംഗ് റോഡിലെ 1-ാം നമ്പർ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഇന്ദിരാഗാന്ധിയെ 2 തീവ്രവാദികൾ ഇന്ദിരാജിയുടെ ഗർഭപാത്രം ലക്ഷ്യമാക്കി വെടിയുതിർക്കുകയും തൽക്ഷണം ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും ചെയ്യുന്നു. ഏകദേശം ഒരു 45-50 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ഇതെല്ലാം ഇന്ന് ഓർമ്മ ഉണ്ടാവും. ഇന്നത്തെ ഭരണകർത്താക്കളൊന്നും അത്തരം ചിന്തകളോ അത്തരം പ്രവൃത്തികൾക്കോ കഴിവുള്ളവരല്ല. നമ്മുടെ രാജ്യം അഖണ്ഡതയോടുകൂടി നിലനിർത്തി പോരുന്നതിന് വേണ്ടി ധീരമായ നടപടികൾ എടുത്ത ഇന്ദിരാഗാന്ധി സിഖ് തീവ്രവാദികളുടെ അനന്തപൂർ സാഹിബ് പ്രമേയത്തിൽ അവർ പാസാക്കിയ പ്രമേയം അനുകൂലിച്ച് ഒരു ഒപ്പ് വെച്ച് കൊടുത്താൽ ഇന്ദിരാഗാന്ധിക്ക് അന്ന് വെടിയേൽക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ തൻ്റെ ജീവനേക്കാൾ വലുത് തൻ്റെ രാജ്യമാണെന്ന സങ്കല്പത്തിൽ ഇന്ദിരാജി അക്കാര്യം ചെയ്തു. പുതിയ തലമുറയെയും ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തമായും അക്കാര്യം ചിന്തിക്കുക, പ്രവർത്തിക്കുക, തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് എല്ലാവരും പങ്കാളികളാവുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഇന്ത്യ വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓൾ വെൽക്കം.